ഹായ് കൂട്ടുകാരെ, പിന്നെ എന്താ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോൾ ആശുപത്രി പോയിട്ട് വന്നതേ ഉള്ളൂ. ചേട്ടനെയും കൊണ്ട് മരുന്നിന് പോയി. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. നിങ്ങളെ ഓർക്കുമായിരിക്കും എപ്പോഴും ചേട്ടൻ്റെ കാര്യം എന്താ പറയുന്നതെന്ന്. ചേട്ടന് പനി കുറവുണ്ടെങ്കിലും വിട്ടുള്ള പനി. അത് നോക്കിയപ്പം രക്തം പരിശോധിച്ച് നോക്കിയപ്പം ചെറിയ അണുക്കളുണ്ട്. അതുകൊണ്ടാണ് പനി മാറാത്തത്. പിന്നെ എനിക്കും പനിയായിരുന്നു. എൻ്റെ പനിയൊന്നും ഞാൻ വീട്ടിലെ പനിയുടെ പൊട്ടൻകുളിയൊക്കെ കഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നു. ആവിയൊക്കെ പിടിച്ച് ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല. നമുക്കല്ലല്ലോ തല പൊങ്ങണ്ട. നമ്മുടെ ചേട്ടൻ തല പൊങ്ങിയെങ്കിലും നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ചേട്ടനെ കൊണ്ട് നടക്കുക. എൻ്റെ പനിയൊക്കെ ഞാൻ മാറ്റി വെച്ച്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ വാതിക്കലോട്ട് കയറി പോകുന്നിടത്ത് ഞങ്ങൾ ഇറങ്ങി പോകുന്നിടത്ത് ഒരു കലങ്കമുണ്ട് കേട്ടോ. അവിടെ ഇന്നുകൊണ്ട് എൻ്റെ അവിടെ അങ്ങനെ ഓടയുണ്ട്. ഇറങ്ങി പോകുന്നിടത്ത് ഒരു ഓടയൊക്കെ ഉണ്ട്. എൻ്റെ വെള്ളം ഒഴുകി പോവുക. ഇന്ന് നല്ലൊരു മഴ പെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ വീഡിയോ പിടിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ നടക്കുന്ന ഒരു തടം പോലുണ്ട്. പണ്ടത്തെ ഒരു വഴിയാണ് ഇത്, തടം പോലെ. കണ്ടാ, ഇങ്ങനെ ഒരു തടം പോലൊരു വഴിയാണ്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ആ വീഡിയോ ഒക്കെ പിടിച്ച് ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ പിടിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്കെല്ലാ കൂട്ടുകാരും ചോറൊക്കെ കഴിച്ചോ? വൈകിട്ട് ചായയൊക്കെ കുടിച്ചോ? എല്ലാവരും ജോലിക്കൊക്കെ പോയാ? പിന്നെ എന്താ ഉണ്ട് പറ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരുടെ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ചായ ഇടാൻ പോകുന്നതേ ഉള്ളൂ. മോള് ചായ ഇടുന്നു. ഞാൻ പാല് മേടിച്ചോണ്ട് വന്നു. ഞങ്ങൾ ആശുപത്രി പോയപ്പം പാല് മേടിച്ചോണ്ട് വന്ന് ചായ ഇടാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. ഞാനും ചേട്ടനും കഞ്ഞിയാണ് കുടിച്ചത്, പനി ആയതുകൊണ്ട്. പിന്നെന്തോ പറയാൻ, എല്ലാവരും ഇവിടെ ഉണ്ട്. കൊച്ചാക്കൾ രണ്ടുപേരും ഉണ്ട്, മോളുണ്ട്, എല്ലാവരും ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പനി വന്നങ്ങ് വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ആശുപത്രി പോക്കും പനി വന്നുകൊണ്ട് താമസിച്ചൊക്കെയാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നത്. എന്നാൽ എല്ലാവരും ഓർക്കും ഇവക്കൊക്കെ വേറെ ജോലിയില്ലേ, വയ്യാതെ ഇരുന്നാലും വീഡിയോ പിടുത്തം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഓർക്കും. എന്നാലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ജോലി, അത് ഏത് ജോലിയായാലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ജോലി നമുക്കത് ചെയ്യാൻ തോന്നും. അത് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ അത് ചെയ്തിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്കൊക്കെ തരണം കേട്ടോ. ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം, ബട്ടനെ അമർത്തണം. എല്ലാ ആൾക്കാരും തരണം. ഞാനൊരു പാവം ചേച്ചിയാണ്. എല്ലാവരും തരണേ ലൈക്കൊക്കെ. ഇത്രയൊക്കെ ഉള്ളു പറയാൻ. എൻ്റെ വീട്ടിലെ കഥ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. പിന്നെ ഇന്ന് കറിയൊക്കെ കരിവാടയൊക്കെ ആയിരുന്നു. കരിവാടയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അതൊക്കെ മതി. എൻ്റെ ചേട്ടനൊക്കെ പണിക്കൊക്കെ ഇറങ്ങട്ടെ. നമുക്ക് വല്ലപ്പോഴും 2 വട്ടം കറിയോ 3 വട്ടം കറിയൊക്കെ കൂട്ടാം. അല്ലെങ്കിൽ ചിലപ്പോൾ 1 വട്ടം കറിയേ ഉള്ളു. എന്തോ നാണക്കെടുതിനൊക്കെ പറയുന്നത്. നമ്മുടെ വീട്ടിലെ കഥ പറഞ്ഞിടുക, അല്ല മറ്റുള്ള